അങ്ങനെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ ആ രാവ്, ആ ദിവസം നമ്മൾ അവരെ ഓർക്കുകയാണ്. എന്തിനു വേണ്ടി? ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് കൂടെ നമുക്കും സ്വർഗത്തിൽ ഒരിടം കിട്ടണം. അവിടെ സ്മരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് കിട്ടണം. അവിടുത്തെ പാട്ടിൽ പറയുന്നു, തഖ്വ ലിബാസിനാൽ പൂണ്ടവരാണ്, താനൂരിൽ ഏറ്റവും അടുത്തവരാണ്. തഖ്വ ലിബാസിനാൽ പൂണ്ടവരാണ് താമരപ്പൂ നബിയാർ മകൾക്ക്, താനൂരിൽ ഏറ്റവും അടുത്തവർക്ക്, തഖ്വ ലിബാസിനാൽ പൂണ്ടവർക്ക്, ഫാത്തിമ ബിൻതി റസൂലില്ല. ആ വിശേഷണങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഭംഗിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉമ്മമാര് ഫാത്തിമ ബീവിക്കൊക്കൂല. അത്രയും നല്ല സൗന്ദര്യവാനായിട്ടാണ് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പഠിച്ചത്. അള്ളാന്റെ റസൂല് തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹനെ ചുംബിക്കുന്ന സമയം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, നബിയേ അങ്ങ് എങ്ങനെയാണ് ഫാത്തിമ ബീവിയെ ചുംബിക്കുന്നത്? അപ്പൊ അവിടുന്ന് കൊടുത്തൊരു മറുപടി ഉണ്ട്, എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു പഴം തന്നിരുന്നു അല്ലാഹു, ഞാൻ അത് കഴിച്ച അന്ന് രാത്രിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗർഭം ചുമക്കാനുണ്ടാവുന്ന കാരണമുണ്ടാകുന്നത്. ആ പഴത്തിന്റെ രുചി എന്റെ നാവിലേക്ക് വരുമ്പം എന്റെ മകൾക്ക് ഞാൻ ചുംബനം അർപ്പിക്കുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് അഹ്ലുൽ ബൈത്തിന്റെ ഉമ്മയാണ്. ഇവിടെ ഇന്ന് മൗലിദ് ഓതി അവിടുത്തെ വിശേഷണങ്ങൾ ആ മൗലിദിൽ പറഞ്ഞു. അവിടുന്ന് ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് എത്രയെത്ര പ്രത്യേകതകളാണ്. അവിടെ നിന്ന് അലിയാർ തങ്ങൾ ഖബറിനോട് സംസാരിച്ച സമയം ആ ഖബറ് അവിടുന്ന് മറുപടി കൊടുത്ത ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവരുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് സമയങ്ങൾ ചിലവാക്കിയിട്ടില്ല, മറ്റൊന്നിനും ചിലവാക്കിയിട്ടില്ല. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകരുടെ മകളല്ലേ, ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കടന്നു പോകാം, ഞാൻ നോമ്പ് തോറ്റിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, എനിക്ക് അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിഗണന കിട്ടുമെന്ന് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആലോചിച്ചിട്ട് പോലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി വിശേഷണങ്ങൾ അവിടെ നിക്കാഹ് ചെയ്യുന്ന അവസരത്തിൽ സ്വർഗത്തിൽ നിന്നൊരു പട്ട് വരെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചു ിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉമ്മമാർക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നേർച്ചയിലേക്ക് പത്തിരിയിട്ടവരുണ്ട്, മറ്റു ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്, ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.